പശ്ചിമേഷ്യയിൽ തുടരുന്ന അതിരൂക്ഷമായ സൈനിക നീക്കങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ലയോ 14 പാപ്പ. ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന ആക്രമണം 9-ാം ദിവസവും പിന്നിടുന്ന പശ്ചാത്തലത്തിൽ സമാധാനത്തിനായുള്ള മാർപ്പാപ്പയുടെ അടിയന്തര ഇടപെടൽ. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന ത്രികാലജപ പ്രാർത്ഥനയ്ക്കിടെയാണ് മാർപ്പാപ്പ തന്റെ ആശങ്ക പങ്കുവച്ചത്. അഗാധമായ നിരാശ ഉളവാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അനുസ്മരിച്ച പാപ്പ, നിലവിലെ സംഘർഷ സാഹചര്യം ജനങ്ങൾക്കിടയിൽ വിദ്വേഷവും ഭയവും വർദ്ധിപ്പിക്കുകയാണെന്ന് ഓർമ്മിപ്പിച്ചു. ലെബനൻ ഉൾപ്പെടെയുള്ള മറ്റ് അയൽ രാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുന്നത് പശ്ചിമേഷ്യയെ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്കും നാശത്തിലേക്കും നയിക്കുമെന്ന് പാപ്പ മുന്നറിയിപ്പ് നൽകി. ആയുധങ്ങൾ നിശബ്ദമാകാനും ബോംബുകളുടെ ഗർജനം നിലയ്ക്കാനും ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്ന സംവാദത്തിന്റെ വാതിലുകൾ തുറക്കുവാനുമായി പ്രാർത്ഥിക്കാമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. അവസാനമായി സമാധാനരാജ്ഞിയായ പരിശുദ്ധ മറിയത്തോട് തന്റെ പ്രാർത്ഥന സമർപ്പിക്കുകയാണെന്നും യുദ്ധം മൂലം കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുവാനും അനുരഞ്ജനത്തിന്റെയും പ്രത്യാശയുടെയും പാതകളിലൂടെ ഹൃദയങ്ങളെ നയിക്കുവാനും താൻ പരിശുദ്ധ അമ്മയോട് അഭ്യർത്ഥിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഒരാഴ്ച മുമ്പ് കഴിഞ്ഞ ഞായറാഴ്ചയിലെ ത്രികാലജപ പ്രാർത്ഥനാവേളയിലും മിഡിൽ ഈസ്റ്റിലെയും ഇറാനിലെയും സ്ഥിതിഗതികളെക്കുറിച്ച് ലയോ 14 പാപ്പ അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പരസ്പര ഭീഷണികൾ കൊണ്ടോ നാശം, വേദന, മരണം എന്നിവ വിധിക്കുന്ന ആയുധങ്ങൾ കൊണ്ടോ സ്ഥിരതയും സമാധാനവും കെട്ടിപ്പടുക്കാനാവില്ല, മറിച്ച് ന്യായയുക്തവും ആധികാരികവും ഉത്തരവാദിത്വമുള്ളതുമായ ഒരു സംഭാഷണത്തിലൂടെ മാത്രമേ അത് സാധ്യമാകൂവെന്നും പാപ്പ പറഞ്ഞിരുന്നു. സമാധാനം തേടുന്നതിനായി രാഷ്ട്രങ്ങൾ സംഭാഷണത്തിലേക്ക് മടങ്ങിവരണമെന്നും മാർപ്പാപ്പ പ്രാർത്ഥിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കേന ന്യൂസ്.